ഷോണോട്ടൻ ചങ്ങായിമാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷോബിക്സ് നേരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകതയുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ ഷോണൂട്ടൻ ഇന്നോട്ട് സ്കൂളിൽ പോകാൻ പോവാണ്. അപ്പം നമ്മൾ പാസ്റ്റപ്പച്ചനെയും കൊണ്ട് എഴുതിക്കാൻ പോവാണ്. അപ്പം ഏതായാലും ഷോണൂട്ടൻ്റെ സ്കൂൾ യാത്രയിലെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യം എഴുതിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ഞങ്ങളുടെ പുരോഹിതനായ പാസ്റ്റർമാരെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് എഴുതിപ്പിക്കുക. അതിനുവേണ്ടി നമ്മളിപ്പം ചർച്ചിലേക്ക് പോവുകയാണ്. ചർച്ചിൽ പോയിട്ട് പാസ്റ്ററിനെ കൊണ്ട് എഴുതിപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് പറ്റുവാണെങ്കിൽ അംഗനവാടി ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് ചേർക്കണം. അപ്പം ചേർക്കണം മീൻസ് ഇന്ന് ഇരുത്താനൊക്കെ തോന്നുന്നില്ല. പുള്ളിക്കാരൻ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും. ഏതായാലും കൊണ്ടുപോയി നോക്കുകയാണ്. കൊണ്ടുപോയി നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഷോണോട്ടൻ ഇപ്പൊ വലിയ എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓ നടക്ക് അങ്ങോട്ട്. എവിടെ പോവാ? എവിടെ പോടാ? അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചർച്ചിനോട് ചേർന്ന് തന്നെയാണ് പാഴ്സനേജും ഉള്ളത്. പാഴ്സനേജ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ താമസിക്കുന്ന വീടിന് പറയുന്ന പേരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിച്ച് എഴുതിപ്പിക്കാം. സ്കൂളിലേക്ക് കടന്നു വന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഥാവെ അതിന് ആരംഭമായി കഥാവിന്റെ നാമത്തിൽ അധികാരത്തോട് തന്നെ നാമവും മഹത്വത്തിനായി കഥാവടിയിൽ ഈ കുഞ്ഞിനെ എഴുതിപ്പിക്കുമ്പോൾ ദൈവകൃപയും ദൈവിക ജ്ഞാനം പകരണമേ. ശാപന ഹന്തരാതകക്ഷത്തിയ ശലോമോന് ജ്ഞാനം കൊണ്ട് ദൈവം പൈതൽ കഥാവെ ഒരു അത്ഭുത വിഷയമായി മാറുമാറ് ദൈവത്തിന്റെ കരവിനെ ചലിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ എഴുതുമ്പോൾ മറ്റ് അതേ അല്ലെങ്കിൽ UK മറ്റ് മുന്നോട്ടുള്ള പഠനത്തിനായി കടന്നു പോകുമ്പോൾ ദൈവം നന്നായി പഠിക്കാൻ കൃപ കൊടുക്കണം. നല്ലൊരു കുഞ്ഞായി നല്ല കഥാവെ ശബര അവർക്ക് ഒരു അത്ഭുത വിഷയമായി മാറാൻ നിന്റെ നാമത്തിന്റെ അധികാരത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ കുഞ്ഞിന് മേൽ പകരുമാറാകണമേ. നല്ല ബുദ്ധി ഞാൻ കൊടുക്കണമേ. കുഞ്ഞു കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാതാപിതാക്കളാവേശോഭിനായി ഒരുമിച്ച് കുഞ്ഞിനെ കാലത്ത് നാമത്തിൽ എഴുതിപ്പിക്കുമ്പോൾ ഒരു അനുഗ്രഹം സഹായിക്കണം. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ വേദന യേശുവേ യേശുവേ സ്തോത്രം കഥാ. പറഞ്ഞേ യേശുവേ നാളെ കേട്ടോ. വീട്ടിൽ വില്ലാളി വീരനായിട്ട് ചാടി നടക്കുന്ന ഷോണൂട്ടൻ പാസ്റ്റപ്പച്ചൻ എഴുതിപ്പിച്ചപ്പോൾ ഇരുന്നത് കണ്ടോ. ഇത്രയും ഡീസൻ്റ് ആയിട്ടുള്ളൊരു പയ്യൻ വേറെ ഇല്ലെന്ന് നമുക്ക് തോന്നിപ്പോവും. അതുപോലെ അങ്ങനെ പാസ്റ്റപ്പച്ചൻ പ്രാർത്ഥിച്ച് എഴുതിപ്പിച്ച് കഴിഞ്ഞ് രണ്ടുപേരോട് നടന്നു വരുന്നത് കണ്ടോ. ഇനിയാണ് നമുക്ക് ശരിക്കും അംഗം തുടങ്ങുന്നത്. പാസ്റ്റപ്പച്ചനെയൊക്കെ സ്ഥിരം കാണുന്നതുകൊണ്ട് അത്രയും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഇന്ന് പറ്റുവാണെങ്കിൽ അംഗനവാടി ചേർക്കാൻ പോവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താവുമെന്നോ എങ്ങനെ ആവുമെന്നൊക്കെ. അപ്പൊ ചങ്ങായിമാരെ, ഇതാണ് നമ്മുടെ ഷോണൂട്ടന് പോകാനുള്ള അംഗനവാടി. നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും അകത്ത് പോയി നോക്കാം. ഏതായാലും അങ്ങനെ ന്യൂ ഇയർ വിഷസോടുകൂടി ടീച്ചർമാർ ഷോണൂട്ടിനെ അകത്തേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പുതിയ പുതിയ കൂട്ടുകാരെയും ടീച്ചർമാരെയൊക്കെ കണ്ട അതിൻ്റെ ഒരു നാണവും ഒക്കെ ഉണ്ടായിരുന്നു. പതുക്കെ പുള്ളി അതിനൊക്കെ യൂസ്ഡ് ആയി. അവരോടൊക്കെ കൂട്ടായി കേട്ടോ.
ഒരു വിധത്തിൽ നമ്മുടെ അംഗനവാടിയിലെ ടീച്ചർമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഷോണൂട്ടൻ ഇത്രയും പെട്ടെന്ന് അവരുമായിട്ട് കമ്പനി ആവുമെന്ന്. അവർ കളിപ്പാട്ടങ്ങൾ കാണിച്ചും ഒക്കെ പെട്ടെന്ന് തന്നെ അവനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ഏതായാലും കൊച്ചുമോനെ അംഗനവാടി ചേർക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പച്ചനും അമ്മച്ചയും വീഡിയോ കോളിൽ കൂടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ കുസൃതികളും കളികളും ചിരികളും എല്ലാം കാണുന്നുണ്ട്. ഇന്ന് അല്പം കുട്ടികൾ കുറവാണ്. ന്യൂ ഇയറിൻ്റെ ദിവസം ആയതുകൊണ്ട് വിരുന്ന് വീട്ടുകളിലും ഒക്കെ പോയിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം വരുമ്പം കുറച്ചുകൂടെ കുട്ടികളുണ്ടാവും. ഏതാണ്ട് 10 കുട്ടികളിൽ കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടാവും. അന്നേരം കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴത്തേക്കിനും ഒരു പക്ഷെങ്കിൽ വിഷമമൊന്നും ഇല്ലാതെ ഷോണൂട്ടൻ ഇരിക്കും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഷോണൂട്ടൻ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാവരുമായിട്ട് പരിചയമായി. കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കളിക്കാനും ടീച്ചർമാരുടെ കൂടെയൊക്കെ സഹകരിക്കാനൊക്കെ മിടുക്കനായിട്ടിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് അടുക്കുമെന്ന്. എന്നാലും പുള്ളിക്കൊരു പേടിയുണ്ട് ഞങ്ങൾ ഇട്ടേച്ച് പോരുമെന്ന്. അതുകൊണ്ട് മമ്മയെ വിടുന്നില്ല. മമ്മയും കൊണ്ടാണ് എല്ലായിടവും പോയി ഇരിക്കുന്നതും ഒക്കെ. ഏതായാലും ഷോണൂട്ടൻ്റെ ആദ്യത്തെ അംഗനവാടി ദിവസം ഇങ്ങനെയായിരുന്നു. ടീച്ചർമാരോടൊക്കെ സഹകരിച്ച് നമ്മൾ വിചാരിച്ച അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കരച്ചിലും ബഹളമൊന്നും ഇല്ലായിരുന്നു. ഇന്നിങ്ങനെ അങ്ങ് പോയി. ഇന്നലെ ചർച്ച വെച്ച് ന്യൂ ഇയറിൻ്റെ രാത്രി മീറ്റിംഗ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഉറക്കക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ അധികം ഇരുത്തുന്നില്ല. നമ്മൾ അങ്ങ് കൊണ്ടുപോവാണ്. നാളെ ചൊവ്വാഴ്ച അവധിയാണ്. ഇനി മറ്റന്നാളിൽ ബുധനാഴ്ച തൊട്ട് ഇവിടെ കൊണ്ടിരുത്തണം. അപ്പോൾ അറിയാം കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടോയെന്ന്. ഏതായാലും കരച്ചിലും ബഹളമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അംഗനവാടിയുടെ ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളും ആർട്ട് വർക്കുകളും ഒത്തിരി ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അവിടെ ഇരുന്ന പാവം ഷോണൂട്ടനൊന്നുമല്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പച്ചനോട് അവിടുത്തെ കഥകൾ പറയാനായിട്ട് പോവാണ്. കൂട്ടുകാരെയൊക്കെ കണ്ടോ? ഒത്തിരി പേരുണ്ടോ? ആ പിള്ളേരുടെ അപ്പയും അമ്മയും ഒക്കെ വരും. അവരുടെ വീട്ടില് കളിപ്പാട്ടം ഉണ്ടായിരുന്നോടാ? ഇനിയിപ്പോ നാളെ പോന്നു. ആ നാളെ പോന്നു. ചങ്ങായിമാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷോണൂട്ടനെ 2024 ആദ്യത്തെ ദിവസം തന്നെ വിദ്യാരംഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സ്കൂൾ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. ആദ്യം ഞങ്ങൾ പാസ്റ്ററിനെയും കൊണ്ട് എഴുതിപ്പിച്ചു. ഞങ്ങളുടെ രീതി അനുസരിച്ച് പ്രാർത്ഥിച്ച് എഴുതിപ്പിച്ചതിന് ശേഷം അംഗനവാടി കൊണ്ടുപോയി. അംഗനവാടിയൊക്കെ കണ്ടു. പുള്ളിക്കാരൻ്റെ അംഗനവാടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം ഏതായാലും ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇന്നലെ ചെറിയ പ്രെയറൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയിൽ ന്യൂ ഇയറിൻ്റെ പ്രെയറൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഇച്ചിരി ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് ഇന്ന് ഇരുത്തിയില്ല. അടുത്ത ദിവസം നാളെ 2-ാം തീയതിയാണ്, ചൊവ്വാഴ്ച അവധിയാണെന്ന് പറഞ്ഞു. മറ്റന്നാൾ തൊട്ട് ബുധനാഴ്ച തൊട്ട് ഫുൾ ടൈമായിട്ട് ആളെ അവിടെ കൊണ്ടാക്കുന്നതായിരിക്കും. കൂട്ടുകാരൊക്കെ ഉണ്ട്. അധികം പ്രശ്നം കാണത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഇന്ന് വലിയ കരച്ചിലില്ലായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നതുകൊണ്ട്. ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൻ്റെ പേര് പറയുന്ന പോലെ ഷോപ്പിംഗ് ഡയറി, നമ്മുടെ ജീവിതത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഡയറി കുറിപ്പിൽ എഴുതി വെക്കുകയാണ്. അത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. അത് യാത്രയാവട്ടെ, ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാവട്ടെ, എന്തുമാവട്ടെ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ഇറ്റ്സ് മീ ശോഭന മാത്യു സൈനിങ് ഓഫ്.